ടെക് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വിവിധതരം മത്സര പരീക്ഷകൾക്ക് പ്രതീക്ഷിക്കാവുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമുള്ള ചില ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് ഈ വീഡിയോയിൽ. An interpretation of the Constitution of India is based on the spirit of preamble. Justice Madan Mohan Panji Commission was appointed to study about central-state relationship. സെൻട്രൽ സ്റ്റേറ്റ് റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുന്നതിനായിട്ട് നിയമിതനായ കമ്മിറ്റിയാണ് ജസ്റ്റിസ് മദൻ മോഹൻ പുഞ്ചി കമ്മീഷൻ. The Interstate Council is a non-permanent constitutional body set up by a presidential order on the basis of provision which article of a Constitution of India? Article 263. ഇവിടെ ഇന്റർസ്റ്റേറ്റ് കൗൺസിൽ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആർട്ടിക്കിൾ 263 മാർക്ക് ചെയ്യുക. ആർട്ടിക്കിൾ 19 and 31 were deleted and Article 300A was inserted by which constitutional amendment? നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നും ആർട്ടിക്കിൾ 19, 31 ഇവ മാറ്റിയിട്ട് പകരം ആർട്ടിക്കിൾ 300A ചേർത്ത ഭരണഘടനാ ഭേദഗതി ഏത്? 44ാമത്തെ ഭേദഗതി 1978. The makers of the Constitution of India adopted the concept of a judicial review. ജുഡീഷ്യൽ റിവ്യൂ കടമെടുത്തിരിക്കുന്നത് ഏത് ഭരണഘടനയിൽ നിന്നുമാണ്? യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ നിന്നുമാണ് ജുഡീഷ്യൽ റിവ്യൂ കടമെടുത്തിരിക്കുന്നത്. Charging capitation fee for admission to educational institutions is legal and amounted to denial of citizens' right to education. This principle is laid down in the case between Mohin Jain versus State of Karnataka case. മോഹിൻ ജെയിനും കർണാടക സ്റ്റേറ്റുമായിട്ടുള്ള കേസിലാണ് എഡ്യൂക്കേഷൻ ഒരു പൗരനും തടയാൻ പറ്റത്തില്ല എന്ന് തെളിയിക്കുന്ന വിധി വന്ന കേസാണ്. വിച്ച് ആർട്ടിക്കിൾ ഈസ് റെഫർഡ് ടു ആസ് ജ്വൽ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ജ്വൽ എന്നറിയപ്പെടുന്ന ആർട്ടിക്കിൾ 32. വിച്ച് ഫേമസ് ലീഡർ റേസ്ഡ് സ്ലോഗൻ Tell the slave he is slave, he will revolt. Tell the slave he is slave and he will revolt എന്ന് മുദ്രാവാക്യം മുഴക്കിയ ലീഡറാണ് ഡോക്ടർ BR അംബേദ്കർ. Under which article of the Constitution of India the governor of a state can resume a bill for consideration for the president? Article 200. 200ാമത്തെ ആർട്ടിക്കിളിലാണ് ഒരു സ്റ്റേറ്റിലെ ഗവർണർക്ക് ഒരു ബില്ലിനെ പ്രസിഡന്റിന്റെ പരിഗണനയിലേക്ക് വയ്ക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 200. The concept of a concurrent list in Indian Constitution has been borrowed from the Constitution of Australia. ഓസ്ട്രേലിയന്റെ ഭരണഘടനയിൽ നിന്നുമാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന പദം കടമെടുത്തിരിക്കുന്നത്. Which committee recommended for the inclusion of fundamental duties into the Constitution? Soren Singh Committee. Soren Singh കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ചേർത്തത്. ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് മൗലിക അവകാശങ്ങളാണ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്. ഇറ്റ് ഈസ് നോട്ട് ദ ഒബ്ജക്റ്റീവ് enriched in the preamble. Secular shelter and proper livelihood to all. എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശവും സുരക്ഷിതമായ ഒരു ഷെൽട്ടറും പ്രിയാമ്പിളിന്റെ ലക്ഷ്യം അല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. The idea of social, economic and political justice has been taken from French Revolution. ഫ്രഞ്ച് റവല്യൂഷനിൽ നിന്നുമാണ് സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് എന്ന ആശയം ഉടലെടുത്തത്. The concept of equality and fraternity has been taken from Russian Revolution.
റഷ്യൻ റവല്യൂഷനിൽ നിന്നും ഉടലെടുത്ത ആശയമാണ് കോൺസെപ്റ്റ് ഓഫ് ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രീറ്റഡ് ആസ് പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായി പരിഗണിക്കാത്തത് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. Democracy of India rests on the fact that people have a right to choose and change the government. ജനങ്ങൾക്ക് ഗവൺമെന്റിനെ തിരഞ്ഞെടുക്കാനും അവയെ മാറ്റാനും ഉള്ള അവകാശമുണ്ട് എന്നതാണ് ഡെമോക്രസി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ജനാധിപത്യം എന്ന് ഉദ്ദേശിക്കുന്നത്. Who promulgates ordinance in states? ഗവർണർ. ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഗവർണർക്ക് ആണുള്ളത്. Who presides over joint sitting of parliament? പാർലമെന്റിലെ ജോയിന്റ് സിറ്റിംഗിന് അധ്യക്ഷത വഹിക്കുന്നത് സ്പീക്കർ. The amending power of the Constitution of India is described in which article? ഭരണഘടന ഭേദഗതി വരുത്താം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് 368. The ex officio chairman of the Council of State is Vice President. In India, Council of State is responsible to the state. Council of State-നാണ് നമ്മുടെ സ്റ്റേറ്റിന്റെ ഉത്തരവാദിത്തം. The number of Anglo-Indians nominated to the House of People. House of People-ലേക്ക് നോമിനേഷൻ ചെയ്യപ്പെടുന്ന ആംഗ്ലോ ഇന്ത്യൻസിന്റെ എണ്ണം എത്ര? 2 സീറ്റാണ് ആംഗ്ലോ ഇന്ത്യൻസിനായി നോമിനേഷൻ ചെയ്യാൻ പറ്റുന്നത്. The number of nominated members to the Council of States. Council of Statesൽ 12 മെമ്പേഴ്സിനെ നോമിനേറ്റ് ചെയ്യാം. The number of elected members to the House of People. House of Peopleലേക്ക് എലക്ട് ചെയ്യാൻ പറ്റുന്ന മെമ്പേഴ്സിന്റെ എണ്ണമാണ് 543. ഹൗസ് ഓഫ് പീപ്പിൾ എന്നറിയപ്പെടുന്ന ലോക്സഭയാണ്. Who is the person authorized to conduct election of the speaker in a newly elected House of People in India? Pro tem speaker. Who was the chairman of Constitution of Drafting Committee? ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ, ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആണ് ഡോക്ടർ B.R. അംബേദ്കർ. How many methods are there to amend the Constitution of India? കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയെ അമെൻഡ് ചെയ്യാനുള്ള മെത്തേഡ്സ് 3 മെത്തേഡാണ് മെയിനായിട്ടുള്ളത്. കോ വാറന്റോ എന്ന് പറയുന്നത് റിട്ട്. കോ വാറന്റോ ഈസ് റിട്ട്. ആർട്ടിക്കിൾ 352 ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത് നാഷണൽ എമർജൻസി. ദേശീയ എമർജൻസി, ദേശീയ അടിയന്തരാവസ്ഥ, നാഷണൽ എമർജൻസിയെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 352. Which article was remarked by Dr. B.R. Ambedkar as heart and soul of Indian Constitution? ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയം ആത്മാവുമെന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗമാണ് റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസ്. റൈറ്റ് ടു കോൺസ്റ്റിറ്റ്യൂഷണൽ റെമഡീസിനെയാണ് ഭരണഘടനയുടെ ഹാർട്ടും ആത്മാവുമെന്ന് പറയുന്നത്. The Indian Constitution guarantees how many categories of fundamental rights? മൗലിക അവകാശങ്ങൾ 6 എണ്ണമാണ് മെയിനായിട്ട് നമ്മുടെ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്നത്. Which constitution amendment incorporated the fundamental duties in the Constitution of India? 42nd. 42ാമത്തെ ഭരണഘടനാ ഭേദഗതിയിലാണ് മൗലിക അവകാശങ്ങളെ ഭേദഗതി നടത്തിയത്. റൈറ്റ് ടു പ്രോപ്പർട്ടി വാസ് ഡിലീറ്റഡ് ബൈ വിച്ച് അമെൻമെന്റ്? സ്വത്തവകാശം ഭരണഘടനയിൽ നിന്നും എടുത്തു കളഞ്ഞ ഭേദഗതിയാണ് 71ാമത്തെ ഭേദഗതി. Who said the preamble is a key to the constitution? ഇന്ത്യൻ ആമുഖത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്ന് വിശേഷിപ്പിച്ചതാര്? ഡോക്ടർ B.R. അംബേദ്കർ. Article 19 of the Constitution of India contains 6 fundamental freedoms. 6 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശങ്ങളെ കുറിച്ചാണ് ആർട്ടിക്കിൾ 19 പറഞ്ഞിരിക്കുന്നത്. ചെയർമാൻ ഓഫ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ഈസ് അപ്പോയിന്റഡ് ബൈ പ്രസിഡന്റ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനെ അപ്പോയിന്റ് ചെയ്യുന്നത് പ്രസിഡന്റ് ആണ്. Which among the following is not a fundamental right? Right to property. Right to property fundamental right അല്ല.
റൈറ്റ് ടു ഇക്വാലിറ്റി, റൈറ്റ് ടു ഫ്രീഡം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ ഇവയെല്ലാം ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണ്. റൈറ്റ് ടു ഇക്വാലിറ്റി സമത്വത്തിനുള്ള അവകാശം, റൈറ്റ് ടു ഫ്രീഡം സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, റൈറ്റ് അഗെയിൻസ്റ്റ് എക്സ്പ്ലോയിറ്റേഷൻ നമ്മുടെ അവകാശങ്ങൾ പ്രകടിപ്പിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. റൈറ്റ്സ് ഗിവൺ in the constitution are called fundamental right because they can be enforced and safeguarded by the courts. കോടതിക്ക് നമ്മുടെ മൗലിക അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനുള്ള അവകാശമുണ്ട്. ആർട്ടിക്കിൾ 32. ആർട്ടിക്കിൾ 32 stands suspended during emergency under ആർട്ടിക്കിൾ 352. ആർട്ടിക്കിൾ 32നെ സസ്പെൻഡ് ചെയ്യാനുള്ള എന്തെങ്കിലും എമർജൻസി സിറ്റുവേഷൻ, ഏതെങ്കിലും അടിയന്തരാവസ്ഥ വന്നാൽ ആർട്ടിക്കിൾ 32 നമുക്ക് തടഞ്ഞു വയ്ക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 352. റൈറ്റ് ടു പ്രൈവസി സ്വകാര്യതയ്ക്കുള്ള അവകാശം ആർട്ടിക്കിൾ 21. റൈറ്റ് ടു പ്രൈവസി ഈസ് കണ്ടെയ്ൻഡ് ഇൻ ആർട്ടിക്കിൾ 21. ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ പ്രകടിപ്പിക്കുന്നതിനുള്ള അവകാശം ഈസ് ഇൻക്ലൂഡഡ് ഇൻ ആർട്ടിക്കിൾ 19. The emergency provisions of Constitution of India have been borrowed from German Constitution. അടിയന്തരാവസ്ഥ എമർജൻസി സിറ്റുവേഷൻ, എമർജൻസി പ്രൊവിഷനെ കടമെടുത്തിരിക്കുന്നത് ജർമ്മൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ജർമ്മൻ ഭരണഘടനയിൽ നിന്നുമാണ്. കൺകറന്റ് ലിസ്റ്റ് അഡോപ്റ്റഡ് ഫ്രം സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷൻ, സ്വിസ് കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നുമാണ് കൺകറന്റ് ലിസ്റ്റ്. ഇക്വാലിറ്റി ബിഫോർ ലോ ആൻഡ് ഇക്വാലിറ്റി ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ ഹാവ് ബീൻ മോഡൽ ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ബ്രിട്ടൻ. ബ്രിട്ടൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ മോഡലിൽ നിന്നുമാണ് ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണ്, ഈക്വൽ പ്രൊട്ടക്ഷൻ എല്ലാവർക്കും പ്രൊട്ടക്ഷൻ വേണം എന്ന്, അതായത് സുരക്ഷിതത്വം വേണം എന്ന് പറയുന്ന ലോ കടമെടുത്തിരിക്കുന്നത് ബ്രിട്ടനിൽ നിന്നുമാണ്. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ എംപവർ ദ പ്രസിഡന്റ് ടു ടേക്ക് ഓവർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് എ സ്റ്റേറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ഫെയിലിയർ ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മെഷീനറി? ആർട്ടിക്കിൾ 356. പ്രസിഡന്റിന് ഏതെങ്കിലും എമർജൻസി സിറ്റുവേഷനിലേക്ക് പ്രസിഡന്റിന് നമ്മുടെ ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കാം എന്ന് പറയുന്ന ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 356. ഇൻ ഇന്ത്യ പവർ ഓഫ് ആംനസ്റ്റി ഹാസ് ബീൻ ഗിവൺ ടു ദ പ്രസിഡന്റ്. താങ്ക് യു.